പ്രൈസ് ദ ലോർഡ്. ബൈബിളിലെ 10ാമത്തെ പുസ്തകമാണ് 2 ശമൂവേൽ. അധ്യായങ്ങൾ 24, വാക്യങ്ങൾ 695, ചോദ്യങ്ങൾ 125, ചരിത്രപരമായ വാക്യങ്ങൾ 679, പ്രവചനപരമായ വാക്യങ്ങൾ 16, ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ 11, ആജ്ഞകൾ 70, മുന്നറിയിപ്പുകൾ 25, വാഗ്ദാനങ്ങൾ 13. 1 ശമൂവേൽ 25:1 ശമൂവേൽ മരിച്ചതായി രേഖപ്പെടുത്തുന്നു. എന്നാൽ എബ്രായ ബൈബിളിൽ ശമൂവേലിന്റെ 1ഉം 2ഉം പുസ്തകങ്ങൾ ഒറ്റ പുസ്തകമായി ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ശമൂവേൽ എന്ന പേര് തന്നെ ഇതിനും നൽകിയിരിക്കുന്നത്. എബ്രായ ഭാഷകൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ഗ്രീക്ക് ഭാഷയ്ക്ക് കൂടുതൽ ചുരുളുകൾ ആവശ്യമായി വന്നതുകൊണ്ടും കൂടിയാകാം ഇതിനെ രണ്ടായി തിരിച്ചത്. ദാവീദിന്റെ 40 വർഷത്തെ രാജഭരണമാണ് ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം. എന്നാൽ ദാവീദിന്റെ മുഴുവൻ ചരിത്രവും 1 ശമൂവേൽ 16:12 മുതലും 1 രാജാക്കന്മാർ 2:11 വരെയും കൂടാതെ 1 ദിനവൃത്താന്തം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം: ഇസ്രായേലിന്റെ പ്രഥമ രാജാവായ ശൗലിന്റെ ദാരുണ മരണത്തോടെ ശമൂവേലിന്റെ 1ാം പുസ്തകം അവസാനിക്കുന്നു. 2 ശമൂവേലിന്റെ ആരംഭത്തിൽ ദാവീദ് രാജാവായി അവരോധിക്കപ്പെടുന്നുണ്ടെങ്കിലും അധികാര വടംവലി മൂലം ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. എന്നാൽ ആഭ്യന്തര യുദ്ധം താമസിയാതെ അവസാനിക്കുകയും ദാവീദ് ഇസ്രായേലിന്റെ മുഴുവൻ രാജാവായി വാഴുകയും ചെയ്തു. ഈ പുസ്തകത്തിൽ ദാവീദിന്റെ സൈനിക വിജയങ്ങൾ, അവന്റെ വലിയ പാപം, അബ്ശാലോമിന്റെ വിപ്ലവത്തിൽ രാജധാനി വിട്ട് പലായനം ചെയ്യേണ്ടി വന്നത്, യെരൂശലേമിലേക്കുള്ള മടങ്ങിവരവ്, ജനസംഖ്യ എടുത്തതിൽ ഉണ്ടായ അവന്റെ പാപം എന്നിത്യാദി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു. ദാവീദുമായിട്ടുള്ള ദൈവത്തിന്റെ ഉടമ്പടി ഈ പുസ്തകത്തിൽ 7-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദിന്റെ ഭരണ നേട്ടങ്ങൾ മാത്രമല്ല, അവന്റെ ജീവിതത്തിലെ പാപങ്ങളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്ര മഹാനായ ദാവീദിന്റെ ജീവിത പരാജയങ്ങൾ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ബുദ്ധിയോപദേശത്തിന് കൂടി വേണ്ടിയാണ്. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം: ദാവീദിന്റെ ഭരണകാലത്തെ ജയാപജയങ്ങൾ ദൈവജനത്തിന്റെ ഗുണീകരണത്തിനായി രേഖപ്പെടുത്തുക എന്നതാണ് ഈ പുസ്തകരചനയുടെ ലക്ഷ്യം. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ: ഗ്രന്ഥകാരനെ കുറിച്ച് വ്യക്തമായ അറിവില്ലെങ്കിലും 1 ദിനവൃത്താന്തം 29:30 വാക്യത്തിന്റെ വെളിച്ചത്തിൽ നാഥാൻ, ഗാദ് എന്നീ പ്രവാചകന്മാർ ചേർന്നാണ് ഇത് രചിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഈ പുസ്തകം എഴുതിയ കാലം ഏകദേശം BC 1025-നും 1010-നും മധ്യേ. സ്ഥലം യെരൂശലേമിൽ വച്ച്. കാലപരിധി ഏകദേശം 40 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. ആമേൻ.